ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡായിട്ടുള്ള ഗോൾഡൻ ബോൾ അവാർഡാണ്. ഈ ഒരു അവാർഡിന് ഏറ്റവും കൂടുതൽ ഡിസർവ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഫൈനലിൽ വന്ന രണ്ട് ടീമിലെ പ്ലെയേഴ്സ്, സ്പെയിനിലെയും അർജന്റീനയിലും. അർജന്റീനയിൽ ലയണൽ മെസ്സി 8 ഗോളും 4 അസിസ്റ്റുമായിട്ട് 12 ഗോൾ കോൺട്രിബ്യൂഷനോടുകൂടി അർജന്റീനയെ ഒറ്റയ്ക്ക് ഫൈനലിലേക്ക് എത്തിച്ചു. മറുഭാഗത്ത് ഈ ഒരു അവാർഡ് കിട്ടിയത് റോഡ്രിക്കാണ്. റോഡ്രി ഒരു ഗോളോ അസിസ്റ്റോ ഒന്നും നേടിയിട്ടില്ല, പക്ഷെ റോഡ്രിക്ക് അവാർഡ് കൊടുത്തു എന്നാണ് പലരും പറയുന്ന ഒരു കാര്യം. നമ്മൾ ഒരൊറ്റ നിലപാടെടുത്തു കഴിഞ്ഞാൽ രണ്ട് പ്ലേയേഴ്സും ഡിസർവ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് തന്നെയാണ്, നോ ഡൗട്ട്, അതിലൊരു സംശയം വേണ്ട. പക്ഷേ ഇവിടെ ഇവരെ വ്യത്യസ്തരാക്കിയത് ഒരാൾക്ക് കപ്പ് കിട്ടി, ഒരാൾക്ക് കപ്പ് കിട്ടിയില്ല എന്നത് വെച്ചിട്ടാണ്. അത്രേ ഉള്ളൂ. ഈ സ്പെയിനിനെ സംബന്ധിച്ച് റോഡ്രി കളിക്കുന്ന ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനാണ്, ഒരു സിംഗിൾ പിയോട്ട്, ആ ഒരു പിയോട്ട് റോളിലാണ് റോഡ്രി കളിക്കുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ ആൾക്ക് കൂടുതലായിട്ട് ഗോൾ അടിക്കാനോ അസിസ്റ്റ് നൽകാനോ ഒന്നും കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ ആള് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് കളി കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കിടിലനായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്, നോ ഡൗട്ട്, അതിലൊരു സംശയമേ വേണ്ട എന്നതാണ്. കിടിലൻ ഇമ്പാക്റ്റ് ആളവിടെ ചെയ്യുന്നുണ്ട്. സ്പെയിൻ്റെ മത്സരങ്ങൾ സ്ഥിരം കണ്ടവരാണെങ്കിൽ അറിയാം. ഈ ഒരു വേൾഡ് കപ്പിലെ എല്ലാ സ്പെയിൻ്റെ മത്സരങ്ങളും കണ്ട ആളാണ് ഞാൻ. സ്പെയിന് മറ്റു ടീമുകളിൽ നിന്ന് സ്പെയിനെ വ്യത്യസ്തരാക്കുന്നത് റോഡ്രി എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡറാണ്. സ്പെയിൻ്റെ സെൻട്രൽ ഫോർവേഡിനേക്കാൾ മികച്ച സെൻട്രൽ ഫോർവേഡുള്ള ടീമുണ്ട് വേൾഡ് കപ്പിൽ. അതുപോലെ തന്നെ സ്പെയിൻ്റെ വിങ്ങേഴ്സിനേക്കാൾ മികച്ച വിങ്ങേഴ്സ് ഉള്ള ടീമുണ്ട്. സ്പെയിൻ്റെ മിഡ്ഫീൽഡേഴ്സിനേക്കാൾ മികച്ച മിഡ്ഫീൽഡേഴ്സ് ഉള്ള ടീമുണ്ട്. അതുപോലെ തന്നെ സ്പെയിൻ്റെ ഡിഫൻസിനേക്കാൾ മികച്ച ഡിഫൻഡേഴ്സ് ഉള്ള ടീമുണ്ട്. പക്ഷേ അവരെ വ്യത്യസ്തരാക്കിയത് റോഡ്രി എന്ന് പറയുന്ന ആ ഒരു മിഡ്ഫീൽഡറിന്റെ പെർഫോമൻസ് ആണ്. പിന്നെ മെസ്സി ഡിസർവ്ഡ് ആണ്. ഈ ഒരു ഫൈനല് അർജന്റീന ജയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ മെസ്സിക്ക് കിട്ടിയേനെ ഈ ഒരു ഗോൾഡൻ ബോള്. ഇത്തവണ ഇവിടെ ഇങ്ങോട്ടാണ് റോഡ്രിക്കാണ് കിട്ടിയത്. അവർ ജയിച്ചു, റോഡ്രിക്ക് കൊടുത്തു. ചില സമയങ്ങളിൽ തോൽക്കുമ്പോൾ പോലും കിട്ടാറുണ്ട്. അതായത് 2018 ലൂക്ക മോഡ്രിച്ചിന്, 2014 മെസ്സിക്കൊക്കെ കിട്ടിയത് അവരപ്പോൾ വേൾഡ് കപ്പ് നേടിയിട്ടില്ല, തോറ്റിരുന്നു, എന്നാൽ പോലും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിനൊരു നല്ല കോമ്പറ്റീഷൻ കൊടുത്ത് വേറൊരു പ്ലെയർ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ രണ്ട് പ്ലെയേഴ്സ് വന്നു, രണ്ട് പ്ലെയേഴ്സിന്റെ ടീമും ഫൈനലിൽ വന്നു. അവരിൽ ജയിച്ച ടീമിന്റെ പ്ലെയേഴ്സിന് കൊടുത്തു. രണ്ടുപേരും ഡിസർവ്ഡ് ആയിരുന്നു. റോഡ്രി അത് വാങ്ങാൻ പോകുമ്പോൾ ഗ്രൗണ്ട് മൊത്തം ഒരൊറ്റ ഒച്ചയാണ് കേട്ടിട്ടുണ്ടായിരുന്നത്, മെസ്സി 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 എന്നൊരൊച്ച. അപ്പൊ അത് തന്നെ വലിയൊരു നേട്ടമാണ്. പിന്നെ മെസ്സി ഇത് 2 തവണ നേടിയിട്ടുള്ള ഒരു അവാർഡ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വലിയ സംഭവമായിട്ട് കാണേണ്ട ആവശ്യമില്ല. രണ്ടുപേരും ഡിസർവ്ഡ് ആയിരുന്നു. കപ്പ് കിട്ടിയ ആൾക്ക് അത് ലഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.